അപ്പം ഇനി അടുത്ത വർഷം നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. സോറി, അപ്പോൾ നമുക്ക് എണീക്കാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ എണീറ്റു. നമുക്ക് പോയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഐശ്വര്യനൊക്കെ ഇപ്പം വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പോയി 6:30 ആകുമ്പോഴേക്കും നമുക്ക് പോകണം കേട്ടോ. ഹായ് ഗൈസ്, എങ്ങനെ ചായാലും അര കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ കേട്ടോ. ഇറങ്ങുമ്പോൾ അര കഴിഞ്ഞു. പക്ഷെ നമുക്ക് വേഗം ഒരുങ്ങിയിട്ട് പോകാം കേട്ടോ. ഹായ് ഗൈസ്, നമുക്ക് പോകാം കേട്ടോ. ഈശ്വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നും നമ്മൾ ലേറ്റ്. നമ്മളൊരു 6:30 ആകുമ്പോഴേക്ക് ആ പട്ടി കുറേ അടങ്ങി. 6 ആകുമ്പോഴേക്ക് 6 ഹായ് കൊടുത്തില്ല. ഞങ്ങൾ എങ്ങനെ വന്നാലും 6:45 കഴിഞ്ഞിട്ട് എവിടെ എത്തുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ 6:45 കറക്റ്റ് 6:45 ഇപ്പോൾ ടൈം. നാളെയെങ്കിലും 6:30 എത്താൻ പറ്റുമോ? നമുക്ക് വന്നിട്ട് ഉറങ്ങാനുള്ള നേരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഒരു കുട്ടി നേരത്തെ അമ്പലത്തേക്ക് വേണ്ടി നീച്ചിട്ട് അവൾക്ക് ഉറക്കമാണ് പ്രധാനം എന്ന് പറയണതിന് ഇപ്പം എന്താ ചെയ്യുക? നമുക്ക് VIP അതെ, നമുക്ക് അവസാനം പൂ കിട്ടി. നമ്മളോട് പറഞ്ഞു ഞങ്ങൾ 2 പേരും മാത്രമാണ് ലൈറ്റായിട്ട് വന്നത്, അതുകൊണ്ട് പൂ തരാം വേഗം പോയി ചുറ്റിയിട്ട്. അപ്പോൾ നമ്മളോട് പൂ തന്നിട്ട് ചുറ്റി വരാൻ പറഞ്ഞു. ഇനി നമ്മൾ ചുറ്റി പോയിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ പൂടാം. അപ്പോൾ ഇന്നലെ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ ലാസ്റ്റ് എത്തിയത്. ആര് ഇവളെ വിളിക്കാനാണ് ഏറ്റവും വലിയ നേരം വേണ്ടത്. അപ്പം ഇന്ന് നമുക്ക് അതിന് പറ്റി, നാളെ നമുക്കിതിന് മുന്നേ വരാം. അതെ, ഉള്ളിലവിടെ നടക്കുക കേട്ടോ. ഹായ് ഗൈസ്, ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ ഇപ്പോൾ 2 ദിവസമൊക്കെ ഉള്ളൂ. ആ ദിവസത്തിൽ ഞങ്ങൾ ഡാൻസ് പഠിച്ച് കളിക്കാൻ പോകുന്നു. അത് കിടക്കും. ഇത്രയും നേരം പ്രാക്ടീസ് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ അമ്പതിക്കുക. ഇല വന്നു, വെള്ളം വന്നു. നല്ല ചൂടുണ്ട് ഗൈസ്. ഓലൻ പെരി ചാറ്. അപ്പോൾ ഇന്ന് നമുക്ക് 2ാമത്തെ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതാ ഒരുങ്ങാണ്. 5:30 ആകുമ്പോഴേക്ക് പോകാമെന്ന് വെച്ചു. 5:10 ആയിട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഡ്രസ്സ് മാറ്റി ഒരുങ്ങുക, ഇത് തന്നെയായിരിക്കും ഈ ഒരു വ്ളോഗ് ഉണ്ടാവുക സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു രാത്രി, അതായത് ദീപാരാധന കഴിഞ്ഞിട്ട് നമുക്കൊരു വിദ്യാഗോപാലാർച്ചന ഉണ്ട്, അത് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വിളക്കും ഇതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു എന്താ പറയുക, ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് അമ്പലത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഭദ്രകാളിയുടെ അവതാരമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അത് ലൈക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും രാത്രിക്ക് ഒരുങ്ങി പോകാം. സോ ഗൈസ്, നമ്മൾ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് വിളക്കും കൂടി ഇട്ടിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറയുക, ഈ ഒരു കവറിൽ വിളക്കിട്ടു കേട്ടോ. നമുക്ക് പോവാം, പോയിട്ട് അച്ഛനെ കഴിപ്പിച്ച് തരാം. നമ്മൾ ഇതെന്താണെന്നൊരു നാക്കില സ്വപ്നയിച്ച് നമുക്ക് വേണ്ടി തുളസിക്കുന്നില്ല. തെച്ചിയും പറിച്ചു. ഇനി ഐശ്വര്യ തിരിക്കണം കേട്ടോ. ഹായ് പറയും. ഹായ് പറയും. എന്താടി പേര്? നമുക്ക് നന്ദനെ വെയിറ്റ് ചെയ്യാം. അവൾ വന്നിട്ട് വാ. നമ്മളിപ്പോൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കാരണം ഈ പൂജയ്ക്ക് കുറേ പൂ വേണം. നമ്മൾ കുറച്ച് പൂ 3 പേരും കുറച്ച് പൂ കൊണ്ട് എടുത്തുള്ളൂ. അപ്പം നമുക്ക് പൂ വേണം. അപ്പം നമ്മളത് പറിക്കാൻ വേണ്ട അംഗനവാടീൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ കുറേ പൂ ഉണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച അംഗനവാടി. അപ്പം നമ്മൾ അംഗനവാടീൻ്റെ ഉള്ളിൽ കൂടെ പൂവുണ്ടോ തിരഞ്ഞു പോകാം. നമ്മുടെ കുറച്ച് കമ്മൻ്റെ അല്ല, അയ്യോ ഡാൻസ് അല്ല, ഫുട്ബോൾ കളിയുണ്ട്. ഇവിടെ ഒന്നും പോവില്ല. അപ്പം അവരിവിടെ പൂ പറിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഹായ് നൈസ്. ടിങ് 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 ഹായ്.
ഇവിടെ നമ്മൾ പൂ പറിക്കാണ്. ഈ പൂവൊന്നും പറ്റില്ല, അതൊന്നും പൂജയ്ക്ക്. ഐശ്വര്യൻ്റെ ഉള്ളിൽ പോയോ? ശരി, ഏറ്റവും ചെറിയ കുട്ടി ഐശ്വര്യക്കില്ലേ? അമ്മ അമ്മ അതിക്കിടിയും കവർക്കിടി പൂവ്. അമ്മ ഐശ്വര്യ നീലേമത്തന കയറിണ്ടല്ലോ. എന്തത് അനങ്ങില്ലല്ലോ. ഇങ്ങനെയാണ് ഞാനോ ഞാനോ കേൾക്കണോ? താഴെ പിടിക്കരുതട്ടോ. നിന്നൊന്നും കറങ്ങല്ലോ. ഇത്ര ചെറിയ കുട്ടികളത്തിൽ കയറി ഉണ്ടാവില്ല. അഞ്ജലി വരുന്നത്. അഞ്ജലി മൈൻഡ് ചെയ്യണില്ലട്ടോ. എന്റെ ഏറ്റവും ചെറിയ കുട്ടികളുടെ ദൈവം എനിക്ക് അറിയാൻ വേണ്ട. ഒരാൾക്ക് ഞാൻ വിചാരിച്ച അഞ്ജലി നീ പറയുന്നു അത് കയറി. ഹലോ. അപ്പം ഇന്ന് നമ്മൾ 6 മണി 6:30 ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നീക്കാൻ വൈകിട്ടോ. പിന്നെ ഇപ്പം ഐശ്വര്യം ഇല്ല. ഇപ്പം നമ്മൾ 8:30 ആയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോകാം. അപ്പം ഇന്ന് ഐശ്വര്യ ഒരു 10 മണിയാകുമ്പോൾ ഡാൻസ് പ്രാക്ടീസിന് വരാം. പിന്നെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകാമെന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരുങ്ങി നിൽക്കാം കേട്ടോ. സോ നമുക്ക് അമ്പലത്തിൽ പോകാം. ഇന്ന് അമ്മേൻ്റെ ബാഗ് നമുക്ക് എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ കൊണ്ടുവരാറാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് നമുക്ക് എടുക്കാം. ഹായ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉച്ചയിൽ നമ്മൾ പോകാൻ പോവാണ്. ഇന്ന് ആരുമില്ല കേട്ടോ. ഇന്ന് ഐശ്വര്യ വണ്ടൂർ പോയാണ്. അഞ്ജലി ഒന്നും കോളേജിലേക്ക് എന്തോ ആവശ്യത്തിന് പോയാൽ അവർ വരും. പിന്നെ നമുക്ക് ആരുമില്ല. അപ്പം നമുക്ക് തന്നെ പറ്റാം. അപ്പോൾ അന്ന് ഉച്ച മുതൽ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പീരിയഡ്സ് ആയിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഡാൻസ് വരെ പഠിച്ച് സെറ്റ് ചെയ്തല്ലേ. അപ്പോൾ എന്തായാലും ബാക്കിയുടെ ദിവസങ്ങളിലെ വിഷ്വൽസ് ഒന്നുമില്ല, കാരണം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 7 ദിവസ സപ്താഹത്തിൽ 5ാമത്തെ ദിവസം കൃഷ്ണൻ്റെ കല്യാണമാണ്, അതായത് രുക്മിണി സ്വയംവരം. അപ്പോൾ അന്ന് നമ്മുടെ കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി രുക്മിണിയായിട്ട്, അതായത് കൃഷ്ണൻ്റെ ഭാര്യയായിട്ട് ഒരു ബ്രൈഡിനെ പോലെയൊക്കെ ഒരുങ്ങിയിട്ട് ആണ് നമ്മളൊരു രുക്മിണിയുടെ വിഗ്രഹമൊക്കെ കയ്യിൽ കൊടുത്തിട്ട് മനക്കലിൽ നിന്ന് അമ്പലത്തിലേക്കൊരു പ്രദക്ഷിണൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞാൽ ഐശ്വര്യയായിരുന്നു ബ്രൈഡായിട്ട് ഒരുങ്ങിയിട്ട്. അവൾ നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് കാണാൻ പറ്റില്ല, പക്ഷേ ഞാൻ അവളുടെ മേക്ക് ഓവർ വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാലോ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിൽ തുടങ്ങിയൊരു വ്ളോഗ്. ലാസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടത്തിൽ അത് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഈ രുക്മിണി സഭ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് പരിപാടി. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഒരു ഇതാണ് ഈ സപ്താഹം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി എല്ലാ വർഷവും. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര തന്നെ, കാരണം ഐശ്വര്യമാണ് രുക്മിണി ആവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഐശ്വര്യ രുക്മിണി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മുടെ സപ്താഹം വ്ളോഗ് എൻഡ് ചെയ്യണം. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ച, പക്ഷെ എങ്കിലും ഇങ്ങനെയാണ് നമ്മുടെ സപ്താഹം വ്ളോഗ് എൻഡ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.